ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ക്യാപ്പാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ കോവിഡ് കാരണം നമ്മൾ മാസ്ക് ഒക്കെ വെച്ച് ചെവിക്കൊക്കെ വേദനയുള്ളവർ കാണുമല്ലോ. അപ്പം നമുക്ക് മാസ്ക് വെക്കാൻ വേണ്ടി ഒരു ക്യാപ്പ് തയ്ക്കാം. അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് കണ്ടാലോ. അപ്പം നമുക്ക് ക്യാപ്പ് തയ്ക്കാൻ വേണ്ടിയുള്ള ക്ലോത്താണ് ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്. 24x20 ഇഞ്ചിലാണ് നമ്മൾ ആ ക്ലോത്തിനെ കട്ട് ചെയ്ത് എടുക്കുക. 24x20 എന്ന അളവിൽ നമ്മളിതിനെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് 2 പീസ് വേണം. ആ 2 പീസാണ് ഇത്. ഇതിൻ്റെ അളവ് 12 ഇഞ്ച് നീളവും 1.5 ഇഞ്ച് വീതിയുമാണ് വേണ്ടത്. അപ്പം നമുക്കിനി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അതിന് 24x20 ഇഞ്ചിലുള്ള ആ പീസ് എടുക്കുക. അതിൻ്റെ 4 വശവും മടക്കി അടിച്ച് കൊടുക്കുക. നമ്മൾ സാധാരണ സൈഡൊക്കെ അടിക്കുന്നത് പോണക്ക് ഒന്ന് മടക്കി അതിനെ ഒന്നും കൂടി മടക്കിയാണ് ഈ സൈഡ് അടിച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ ഇത് ഫുള്ളെ 4 വശവും അടിച്ചു കൊടുക്കുക. അപ്പം അതേടെ നമ്മൾ 4 വശവും മടക്കി അടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ 12x1.5 ഇഞ്ചിലുള്ള ആ പീസ് എടുക്കുക. അതിനെ ഇങ്ങനെ നടുവേ ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ സൈഡ് അടിച്ചു കൊടുക്കുക. ഇതുപോലെ ആ 2 പീസിൻ്റെ സൈഡ് അടിച്ചെടുക്കുക. അപ്പം വേണ്ട നമ്മൾ ആ 2 പീസിൻ്റെ സൈഡ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ തിരിച്ചെടുക്കുക. ഇതുപോലെ അടുത്ത പീസിനെ നമ്മൾ തിരിച്ചെടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ആ അടുപ്പ് വന്ന വശം ഒരു സൈഡിൽ, ആ ഫോൾഡ് വന്ന വശം ഒരു സൈഡിലാക്കി ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് മടക്കി എടുക്കുക. ഇല്ലെങ്കിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താലും മതി. അപ്പം നമ്മൾ ആ ചെറിയ പീസ് രണ്ടും അടിച്ച് തിരിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ വലിയ പീസ് എടുക്കുക, സൈഡ് അടിച്ച് വെച്ചേക്കുന്നത്. അതിനെ നമ്മൾ ഒന്ന് പ്ലീറ്റ് ചെയ്തെടുക്കുക. ഈ രീതിക്ക് അതിനെ പ്ലേറ്റ് ചെയ്തെടുക്കുക. ഒരേ അളവായിരിക്കണം നമ്മൾ ഫോൾഡ് ചെയ്ത് പോകുന്നത്. ഇത് 24x20 ഇഞ്ച് വരുന്ന പീസാണല്ലോ. അപ്പം 24 എന്നുള്ള അളവ് വരുന്നത് വേണം നമ്മൾ ഇതിങ്ങനെ മടക്കി കൊടുക്കാൻ വേണ്ടി. 24 ഇതിൻ്റെ നീളം. ആ നീളത്തിന് നമ്മൾ ഇതിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാരിയുടെയൊക്കെ പ്ലേറ്റ് എടുക്കത്തില്ലേ, അതുപോണക്ക് പ്ലേറ്റ് എടുക്കുക. ഈ ഒരു വീതി വരുന്നത് പോണക്ക് എടുത്തു കൊടുക്കുക. അപ്പം നമ്മൾ വേണ്ട അത് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയും അത് വേണമെങ്കിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം. ഈ സൈഡ് വശം ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് വശവും നമ്മൾ ആ മടക്കി വന്നേക്കുന്നത് ലെവലിൽ പിടിച്ച് കൊടുക്കുക. അപ്പം നമ്മൾ അതിനെ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനിയും ദേ നമ്മൾ അടിച്ച് വെച്ചേക്കുന്ന ആ ചെറിയ പീസ് ഉണ്ടല്ലോ, അത് ദേ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പുറത്തെ സൈഡിലും അതുപോലെ വെച്ച് കൊടുക്കണം. ഇത് ആ സ്ട്രാപ്പ് വെച്ചിട്ട് നമ്മൾ ആ സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1-2 സ്റ്റിച്ച് കൊടുക്കുക, ആ സ്ട്രാപ്പ് വിട്ടു പോകാതെയും കൊണ്ട്. ഇതുപോലെ തന്നെ അപ്പുറവശത്തും അടിച്ചു കൊടുക്കുക. അപ്പം വേണ്ടത് നമ്മൾ 2 വശവും അടിച്ചെടുത്തിട്ടുണ്ട്. ഈ സ്ട്രാപ്പ് വെക്കുമ്പം നമ്മൾ ആ വെക്കുന്ന പീസിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ തന്നെ വെച്ച് കൊടുക്കുക. ഇനി ഇവിടെ ഇങ്ങനെ ബട്ടൺസ് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പം വേണ്ടത് നമ്മൾ ഈ സൈഡിൽ 2 ബട്ടൺസ്, അപ്പുറത്തെ സൈഡിൽ 2 ബട്ടൺസ്, അങ്ങനെ ടോട്ടൽ 4 ബട്ടൺസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഈ ബട്ടൺസ് വെച്ച് കൊടുത്തേക്കുന്നത് ആ പീസ് ഫുള്ളെ സ്റ്റിച്ച് വരുന്നത് പോലെ കാണാം. അപ്പം നമ്മുടെ തലയിൽ ഇത് നല്ല ടൈറ്റായിട്ടിരിക്കും. അപ്പം നിങ്ങളിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഒന്ന് നോക്കുക. കാരണം നമ്മൾ ഈ പ്ലീറ്റിൽ ഫുള്ള് സ്റ്റിച്ച് വരുന്നത് പോണക്ക് ബട്ടൺസ് വെച്ച് കൊടുക്കുമ്പോൾ ഇത് നല്ല ടൈറ്റായിട്ടാണ് വരുന്നത്. അപ്പം നമ്മുടെ തലയിൽ കവർ ചെയ്തിരിക്കുന്നത് പോണക്ക് ആ ബട്ടൺസ് എവിടെയാണ് വെക്കേണ്ടതെന്ന് നോക്കി വേണം വെക്കാൻ വേണ്ടി. ഇല്ലെങ്കിൽ അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ 1-2 പീസിലായിട്ട് കവർ ചെയ്ത് വരുന്നത് പോണക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് വേണ്ട തലയിൽ നമുക്കിങ്ങനെ നിവർത്തി വെച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ബാക്ക് വശത്ത് കെട്ടും കൊടുക്കുക. എന്നിട്ട് ഇതേ മാസ്കിനെ നമ്മൾ വെച്ച് ഇങ്ങനെ ബട്ടൺസിലോട്ട് അതിൻ്റെ ഇലാസ്റ്റിക് കൊളുത്തി കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.